പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്യാമറമാനിൽ ഉപയോഗിക്കാനായിട്ട് ഞാനൊരു മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾക്കിപ്പം ഡി സിയിൽ വർക്കാവുന്ന മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല. ഉണ്ട്, നമ്മൾക്കൊരു 500 രൂപയ്ക്ക് മിനി ജ്യൂസർ കിട്ടും. പക്ഷേ അതിൻ്റെ ലൈഫ്, അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പഴവോ ആപ്പിളോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് മേ ബി ഒരു മാസമൊക്കെ വരത്തുള്ളൂ. അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ച് നോക്കിയപ്പം വെറുതെ പൈസ കളയണ്ട എന്ന് നോക്കി. അത് ഉപയോഗമില്ലാത്തൊരു സാധനമാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾക്ക് വേറെ ഡി സി അവൈലബിൾ ആണ്, പക്ഷെ അതിന് ഭയങ്കര വിലയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പം ഞാൻ ഒരെണ്ണം അങ്ങ് ഉണ്ടാക്കിയേക്കെന്ന് വിചാരിച്ചു. ഈ ജാർ ഞാൻ വാങ്ങി, മറ്റുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി, എല്ലാം കൂടി ചേർത്ത് ഒരു 500 രൂപ 550 രൂപ അടുത്തേ ആകത്തുള്ളൂ. ഇത് വളരെ പവർഫുള്ളാണ്. ബ്ലെൻഡർ മാത്രമായിട്ടല്ല, നമ്മൾക്ക് മിക്സർ ഗ്രൈൻഡർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഐഡിയ ഇങ്ങനെ ആലോചിച്ച് ഇതിങ്ങനെ മനസ്സിൽ വയ്ക്കും. പിന്നെ അതിങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ, അങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാ പോർഷൻസും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയയും ബേസിക് ആയിട്ടുള്ള എന്നതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. ആദ്യം ഞാൻ വാങ്ങിയത് ഈ ഒരു ജാറായിരുന്നു. നമ്മൾക്ക് ഓൺലൈൻ സൈറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ഒരെണ്ണമാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ ചെറിയ ഒരെണ്ണം കൂടി 2 എണ്ണം വരുന്ന പാക്കേജ് ഉണ്ട്. അത് വാങ്ങിക്കുന്നതായിരുന്നു കുറച്ചും കൂടി ലാഭകരം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ജ്യൂസും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുത് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ മിക്സർ ഗ്രൈൻഡറിനും, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡറിനും ഇത് സെറ്റ് ആവുന്നതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതുണ്ടോ, 70 mm ആണ്. 70 mm. ഹൈറ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് 18 വരുന്നുണ്ട്. അപ്പം ഇത് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഡയമീറ്ററും ഈ ലോക്കും കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ള മിക്സറിൽ സെറ്റാകുന്നത്. നമുക്ക് ഇതിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് മാത്രം ഞാൻ വാങ്ങിയതാണ്. 70 mm. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ആദ്യം തന്നെ നമ്മൾക്ക് ഒരു പുഷ് ബട്ടൺ. ഇതിൽ പുഷ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി. പുഷായാൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. ഇത് നോർമലി ഓപ്പൺ കണ്ടീഷനാണ്. പുഷ് ചെയ്യുമ്പം ഓൺ ആവും, അങ്ങനത്തെ സ്വിച്ചാണിത്. ഇതിൻ്റെ വില 20 രൂപയാണ്. ഇലക്ട്രോണിക്സ് പാർട്സ് വിൽക്കുന്ന കടകളിൽ കിട്ടും. പിന്നെ നമ്മൾക്കൊരു റിലേ വേണം. ഏതെങ്കിലും ഒരു റിലേ എടുത്താൽ മതി. 12 വോൾട്ടിൽ വർക്കാകുന്ന റിലേ. ഇതിൻ്റെ മോട്ടോർ 12 വോൾട്ടിലും വർക്കാകും, 24 വോൾട്ടിലും വർക്കാവും. 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ടിൻ്റെ റിലേ എടുക്കുക, 24 വോൾട്ട് ആണെങ്കിൽ 24 വോൾട്ടിൻ്റെ റിലേ എടുക്കുക. SPDT ആണ്. ഇതിൻ്റെ വില 20 രൂപ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്ലറാണ്. മെറ്റലാണ്, കപ്ലറാണ്. ഒരു സൈഡ് 5 mm, ഇനി ഒരു സൈഡ് 8 mm. ഇതിൻ്റെ വില 25 രൂപയാണ്. ഇത് സാധാരണ മിക്സറിലൊക്കെ വരുന്ന ഈ താഴ്ഭാഗത്ത് കാണുന്ന ഈ സംഭവം തന്നെയാണ്. ഇതിൻ്റെ വില 10 രൂപ. ഇത് മൊത്തം PVCയുടെ അസംബ്ലിയാണ്. PVCയുടെ കപ്ലറാണ് ഈ വരുന്നത്. 75 mm. ഇൻസൈഡ് 75 mm. ഇത് 70 mm. ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് പ്ലേസ് ആവും. കണ്ടോ? ഇത് പ്ലേസ് ആകുമ്പോൾ ഈ കട്ടിങ് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ടായിരിക്കണം. ഇങ്ങനെ ലോക്കാവണം. ഈ സംഭവം ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിലുള്ള ലോക്ക് വേണം. ഈ കട്ടിങ് ഇങ്ങോട്ട് ഇടരുത്, ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് DC മോട്ടറാണ്. ഈ DC മോട്ടർ RS775 എന്ന് പറയുന്ന DC മോട്ടറാണ്. ഇത് മിക്കവാറും ഓൺലൈൻ സൈറ്റുകളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം 300 രൂപയ്ക്ക് അടുത്താവും ഈ മോട്ടറിന്. വളരെ പവർഫുൾ ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റൈസ് ഉള്ള DC മോട്ടറാണ്.
സാധാരണ മിക്സിയൊക്കെ അറിയാലോ, സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി ആണെങ്കിൽ അത് DC-യിലും വർക്കാവും AC-യിലും വർക്കാവും. അത് യൂണിവേഴ്സൽ മോട്ടറാണ്. അതിൽ ആർമേച്ചറും ഉണ്ടാവും, ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മിക്സി DC-യിലും വർക്കാവുന്നതായിരിക്കും. 12 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്ലോ ആയിട്ടേ കറങ്ങത്തുള്ളൂ. പക്ഷേ അത് നിങ്ങൾ ഒരു 200 വോൾട്ട് DC കൊടുക്കുകയാണെങ്കിൽ നോർമൽ വർക്കാവുന്ന പോലെ അത് വർക്കാവും. നമ്മുടെ അടുത്ത് 200 വോൾട്ട് ഇല്ല, 12 വോൾട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മോട്ടറിന്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഇതാണ്, ഈ കാണുന്നതാണ്. ഇതിന്റെ ഈ സെൻട്രലിലെ ഷാഫ്റ്റ്, മോട്ടറിന്റെ ഷാഫ്റ്റ്, അതിന്റെ ഡയ വരുന്നത് 5 mm ആയിരിക്കും. ഇത് അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഈ കപ്ലർ. ഈ സാധനം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. 5 mm to 8 mm അഡാപ്റ്റർ കപ്ലർ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പഴയ 3D പ്രിന്ററൊക്കെ ഉണ്ടല്ലോ, പ്രിന്ററൊക്കെ ഉണ്ട്, സാധാരണ പഴയ പ്രിന്റിംഗ് മെഷീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഈ ഹെഡ് ഓടിക്കളിക്കുന്ന കമ്പി ഉണ്ടല്ലോ, അതും ആ മോട്ടറുമായിട്ടൊക്കെ കപ്പിൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. പഴയ പ്രിന്ററൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു നോക്കിയാൽ മതി, ഈ തരത്തിലുള്ള സാധനം കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുക, 5 mm to 8 mm അഡാപ്റ്റർ. ഈ 5 mm ഇതിന്റെ ഈ ഷാഫ്റ്റിന് കറക്റ്റ് ആയിരിക്കും, 5 mm. പിന്നെ ഇത്രയും ഭാഗം ഞാൻ അഴിച്ച് കാണിക്കുന്നില്ല. ഇത് അഴിക്കാൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം അഴിക്കാൻ പറ്റും. ഇവിടുത്തെ ഈ സോൾഡറൊക്കെ അഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ പുഷ് ബട്ടൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോട്ടോർ വന്നിട്ട് ഫുൾ ലോഡ് എടുക്കുമ്പോഴേക്കും 5 amps മുകളിൽ എടുക്കും, അതിൽ കൂടുതൽ എടുക്കും. അതുകൊണ്ടാണ് റിലേ ഉപയോഗിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ബേസിക് അറിയുന്ന ആൾക്കാർ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് കണ്ടുപിടിക്കുക. ഈ 2 പോയിന്റ്സ് ഒക്കെ ആണ് കോയിൽസിന്റെ സപ്ലൈയിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ട് നിങ്ങൾ 12 വോൾട്ട് കൊടുക്കുക. അതിനുശേഷം സ്വിച്ച് പ്രസ് ചെയ്യുമ്പം കോയിൽ സപ്ലൈ കിട്ടും, ഇവിടെ കോൺടാക്ട്സ് ഓൺ ആകും. അത് ഡയറക്റ്റ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഞാൻ സെന്ററിൽ കോമൺ ആയിട്ട് കൊടുക്കുക. നോർമലി ഓപ്പൺ ഉണ്ടാവും, നോർമലി ക്ലോസ് ഉണ്ടാവും. നോർമലി ഓപ്പൺ നിങ്ങൾ എടുത്തിട്ട് നേരെ മോട്ടറിലോട്ട് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും പറയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്യൂട്ടൊക്കെ കാണിക്കണോ? വേണ്ട അല്ലേ? പിന്നെ ഇതൊരു അഡാപ്റ്ററാണ്, ഈ പീസ് 75 mm. നിങ്ങൾ കടയിലോട്ട് പോയാൽ മതി. കടയിൽ ഈ ജാറുമായിട്ട് പോയിട്ട് ഇതിന് മാച്ച് ആകുന്ന സാധനം മേടിച്ചാൽ മതി. ഇത് 2 സാധനമാണ്. ഇത് വേറൊരു കപ്ലർ, ഇത് വേറൊരു കപ്ലർ. ഇത് എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്ന കാരണമാണ്. ചിലപ്പം ഇതൊരൊറ്റ പീസായിട്ട് കിട്ടും. ഇത് രണ്ട് പീസാണ്. ഇത് വലിയ പൈപ്പിൽ നിന്ന് ചെറിയ പൈപ്പിലോട്ട് കപ്പിൾ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ഇത് ഞാൻ കട്ട് ചെയ്തതാണ്. ഇത് 2 സൈഡും ഫ്ലാറ്റ് ആയിട്ടുള്ള വേറൊരു കപ്ലറാണ്. ഇതിന് ലെങ്ത് കൂടുതലുണ്ടോ? ഇതൊറ്റ പീസായിരുന്നെങ്കിൽ ഇത്രയും ലെങ്ത് വരത്തുള്ളൂ. ഇത് ഇവിടെ വേറൊരെണ്ണം വെച്ച് ഒട്ടിച്ചതാണ്. കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സാധനം 10 രൂപയുള്ളൂ. ഇതുണ്ടോ, മോട്ടർ കൃത്യമായിട്ട് സെൻറ്ററിൽ നിർത്തുക. 2 സ്ക്രൂവിൽ മോട്ടർ സെൻറ്ററിൽ നിർത്തിയേക്കാണ്. മോട്ടറിന്റെ ഷാഫ്റ്റിന് 5 mm ആണ്. അത് കറക്റ്റ് നമ്മൾ ഇതിലോട്ട് കപ്പിൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള സാധനമാണ് ഈ കാണുന്നത്, ഈ വെളിയിലോട്ട് കാണുന്നത്. ഇനി നമ്മൾക്ക് ഈ സംഭവം ഫിറ്റ് ചെയ്യണമല്ലോ. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വയറൊക്കെ നല്ല ലോഡുള്ളത് കൊടുക്കണം. 5 amps സപ്ലൈ പോകുന്നതാണ്. അതിൽ കൂടുതലുള്ള നല്ല ലോഡുള്ള സപ്ലൈ കൊടുക്കണം. വേറെ എന്തെങ്കിലും സംശയമൊന്നുമില്ലല്ലോ? എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടില്ലേ? നോക്കുക, റിലേ ഇവിടെ ഈ ബോഡിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. റിലേയുടെ കണക്ഷനൊക്കെ കാണിക്കണം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് സർക്യൂട്ട് നോക്കിയാൽ മതി. ഡയോഡൊന്നും കൊടുത്തിട്ടില്ല. ഇത് റിവേഴ്സിലും വർക്കാവും. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇനി ഈ കപ്ലറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ 8 mm ആണ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് ഈ സംഭവം ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ ജാറിന്റെ തന്നെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഈ സംഭവം, ഈ ബ്ലേഡ് ഇവിടുന്ന് അഴിച്ചെടുക്കുമ്പം ഇതിന്റെ ഉള്ളിലൊരു ഷാഫ്റ്റ് വരും. ഇതും അഴിക്കണം. ഈ സാധനം കടയിൽ കിട്ടും. ഇത് ഒരെണ്ണം വാങ്ങിച്ചെടുക്കുക, ഈ ഷാഫ്റ്റ് മാത്രം. അതിനുശേഷം ഇതിന്റെ ഡയ വരുന്നത് 8 mm ആണ്. കറക്റ്റ് 8 mm ആണ്. ഇതിവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം, ഈ 8 mm. അതിനുശേഷം
നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് കറക്റ്റ് ആ ഹൈറ്റിൽ ഇവിടെ കട്ട് ചെയ്യുക. അവിടെ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഇറക്കി വെക്കുക. ഈ കട്ട് ചെയ്ത ഭാഗം ഇതിനിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇത് രണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ഷാഫ്റ്റ് മാത്രം വാങ്ങിക്കാൻ കിട്ടും. 10 രൂപ 15 രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ 20 രൂപ മേടിക്കും. അങ്ങനെ കട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഇറക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇപ്പം നല്ല പവർഫുള്ളാണ്. ഇത് ഞാൻ ഇനി അഴിക്കുന്നില്ല. ഇത് ഫുള്ളി ടൈറ്റ് ആക്കിയതാണ്. ടൈറ്റ് ആക്കിയപ്പം ഇതിലൊരു മാർക്ക് വന്നിട്ടുണ്ടോ, മാർക്ക് അത് ഫുള്ളി ടൈറ്റ് ചെയ്തപ്പം ഇതിൻ്റെ ഈ ഷാഫ്റ്റിലും ഇവിടെ മാർക്കായി അത് നല്ല രീതിയിൽ സെറ്റായി ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ അഴിച്ച് കാണിക്കാത്തത്. ഇത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ 2 സ്ക്രൂ ഒക്കെ ഇങ്ങ് അഴിച്ചാൽ മതി. ഇവിടെ ഒരു അലങ്കി ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങ് അഴിച്ചെടുക്കാൻ പറ്റും. അഴിച്ച് കാണിക്കണ്ട അല്ലേ? അതിനുശേഷം ഇതാ ഇതിങ്ങനെ ഇടുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും പരിപാടിയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. യൂട്യൂബിൽ മറ്റുള്ള വീഡിയോ ഒക്കെ നോക്കുക. അത് ചില ആൾക്കാർ ഗമ്മൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾക്കിത് സ്വന്തം ഉപയോഗത്തിനാണല്ലോ. ഒരു ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയി ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ വരുന്നത് 13. നമ്മൾക്ക് ഇതിൽ കൂടുതൽ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. ഈ മോട്ടർ അല്ലെങ്കിൽ താഴെ വന്ന് ഇടിക്കും. ഇപ്പോൾ സംഭവം ഓക്കെ അല്ലേ? ഇനി വരുന്ന ക്യാമ്പിങ്ങിലൊക്കെ നമ്മൾക്ക് ഇത് ഉപയോഗിച്ച് ഓരോ പരിപാടികളൊക്കെ ചെയ്യാവുന്നതാണ്. കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് പൊട്ടിപ്പോകുന്നതോ ചെറിയ ഡിങ്കൾഫി സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള പ്ലാസ്റ്റിക്. ഇത് നോക്കുക, ഇതിൻ്റെ തിക്നെസ് തന്നെ നല്ല തിക്നെസ് ഉള്ള PVC ആണ്. പിന്നെ എല്ലാം റീപ്ലേസ് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ കൂടിയാണ്. ഞാനിത് ആദ്യം നമ്മൾക്ക് ഇത്രയും ഒരു പവർഫുൾ സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ വീഡിയോസുകളും എടുത്തു വെക്കാത്തത്. ഇതിന് നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ. ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നിങ്ങളുടെ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മൾ വെറും ക്യാമ്പിംഗ് വീഡിയോസ് മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടി ചിലവ് കുറച്ചൊക്കെ രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ക്യാമ്പിംഗ് വീഡിയോസിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും